السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي كلت حيلتي أدركني يا رسول الله. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നത് കേൾക്കുന്നത് എല്ലാം പുണ്യമായ ഒരു കർമ്മമായി സ്വീകരിക്കട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ഐശ്വര്യവും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ പുണ്യം കൊണ്ട് ഇരു ലോകത്തും വിജയം വരിക്കുന്നവരിൽ നമ്മളെവരെയും ഉൾപ്പെടുത്തട്ടെ. കോവിഡ് മഹാമാരിയിൽ നിന്ന് നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് സഹോദരങ്ങൾ അതിൻ്റെ ആ ഒരു പ്രയാസത്തിൽ കഴിഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. റബ്ബ് അവർക്കൊക്കെ സമാധാനവും അതിനുള്ള ശിഫയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ഖൈറ് നൽകട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, റമളാനിൻ്റെ അവസാനത്തെ 10 നമ്മളൊക്കെ നിലകൊള്ളുന്നത്. പ്രത്യേകിച്ച് വരാനിരിക്കുന്ന രാവ് ലൈലത്തുൽ ഖദറിനെ കണ്ടുമുട്ടാൻ, ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള ഒരു രാവും കൂടെയാണ് വരാനിരിക്കുന്നത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകട്ടെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു നിഅമത്താണ്, വലിയ ഒരു നേട്ടമാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. അള്ളാഹു ആ ഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. പറയാൻ പോകുന്ന വിഷയം ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ ഏതൊരു വിശ്വാസിക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വലിയ ഒരു കർമ്മമാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്യമാണ് തൗബ ചെയ്യുക എന്നുള്ളത്. എന്താണ് തൗബ? അതിനെപ്പറ്റിയാണ് ഏതാനും ചില മിനിറ്റുകൾ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തൗബ എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം എന്ന് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയും. മനുഷ്യരാകുന്ന നാം ഭൂമി ലോകത്തേക്ക് വന്നത് റബ്ബിനിക്ക് ഇബാദത്ത് ചെയ്യാനാണ്, ആരാധന ചെയ്യാൻ. അള്ളാഹുവിനിക്ക് ആരാധന ചെയ്യുന്നതിൽ നിന്നും നമ്മൾ തെന്നിമാറി തെറ്റുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് വിരുദ്ധമായാണല്ലോ നാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു കൽപ്പിച്ചതിന് എതിരാണ് അത്. അപ്പോൾ അല്ലാഹുവിനോട് നമ്മൾ എതിര് പ്രവർത്തിച്ചിരിക്കുകയാണ്, ഒരു പാപം നമ്മളിൽ ഉണ്ടായിരിക്കുകയാണ്. ഇങ്ങനെ അല്ലാഹ് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞത് ചെയ്യുകയോ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു അവസ്ഥ, അതിന് റബ്ബ് നമ്മളോട് കോപിക്കുന്നു.
നാം ഒരു തെറ്റ് ചെയ്തവരായി റബ്ബിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തുന്നു. ന്യായമാണ്. അള്ളാഹുവാണ് നമ്മളെ പഠിച്ചിട്ടുള്ളത്. നമുക്ക് വേണ്ടുന്നതൊക്കെ നൽകിയതും റബ്ബാണ്. ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അതിന് വിരുദ്ധമായി എന്തെങ്കിലും നമ്മളിൽ നിന്ന് സംഭവിച്ചാൽ നമ്മൾ തെറ്റുകാരാണ്. എന്നാൽ അങ്ങനെ വരുന്ന തെറ്റുകൾ അത് വലുതും ചെറുതുമായ രൂപത്തിലൂടെ നാം വേർതിരിക്കുമ്പോഴും ആ തെറ്റ് നമ്മളിൽ നിന്ന് ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ഒരു തൗബ, പശ്ചാത്താപം നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. തൗബ കൊണ്ടുള്ള നേട്ടങ്ങളും പ്രയോജനങ്ങളും ഒരുപാട് പറയാനുണ്ട്. ഇന്ന് നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല. മുഴുവനും കൂടെ പറയാനുള്ള സമയം അത്ര വിശാലമല്ല ഇപ്പോൾ. ഘട്ടം ഘട്ടമായി അതിലേക്ക് കടന്നു വരാവുന്നതാണ്. തൗബയുടെ ആവശ്യകതയെ സംബന്ധിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൽ അല്ലാഹ് പറയുന്നുണ്ട്, വതൂബു ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. അള്ളാഹു വിശ്വാസികളെ വളരെയേറെ സ്നേഹത്തോടെ വിളിച്ചു പറയാണ്. അള്ളാഹു നമ്മളെ വിളിക്കുന്നത് വളരെയേറെ സ്നേഹത്തോടെയാണ്. അള്ളാഹിന്റെ വിളി എന്താ? തുബൂ ഇലല്ലാഹി ജമീഅ. അള്ളാഹുവിലേക്ക് നിങ്ങൾ പരിപൂർണമായും തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുക. അയ്യുൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങളെ എന്നല്ല അള്ളാഹ് വിളിച്ചത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീ, അയ്യുൽ മുഅ്മിനൂൻ. ആ വിളിയിൽ ഒരു പ്രത്യേകതയുണ്ട്. അള്ളാഹു പറയും ചെയ്തു. അങ്ങനെയൊക്കെ വിളിച്ചിട്ട് തൗബ ചെയ്യാൻ വേണ്ടി അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞു, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായി തീരുന്നതിന് വേണ്ടി. അപ്പൊ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് തൗബ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നമ്മൾ വിജയിക്കാൻ വേണ്ടിയാണ്. നമ്മൾ വിജയിക്കാൻ വേണ്ടിയാണ് തൗബ ചെയ്യണമെന്ന് റബ്ബ് നമ്മളോട് പറഞ്ഞത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല അള്ളാഹു മറ്റൊരായത്തിലൂടെ പറയുന്നത്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. റബ്ബിനോട് നിങ്ങൾ പാപമോചനം തേടണം. നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യണം. ഇസ്തിഗ്ഫാർ എന്നുള്ള ആ ഒരു പ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്നത് ചെറുദോഷങ്ങളൊക്കെ പൊറുക്കും. വൻദോഷങ്ങളെ പൊറുപ്പിക്കാൻ തൗബക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറായി. ചെറിയ ചെറിയ ദോഷങ്ങൾ അതുകൊണ്ട് പൊറുക്കും. വലിയ വൻദോഷങ്ങൾ പൊറുക്കണമെങ്കിൽ അതിന് തൗബ അത്യാവശ്യമാണ്, പശ്ചാത്താപം അത്യാവശ്യമാണ്. അള്ളാഹു വീണ്ടും പറയുന്നു, യാ അയ്യുഹല്ലദീന ആമിനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്യുക മുഅ്മിനീങ്ങളെ. തൗബതൻ നസൂഹ. അള്ളാഹു തൗബക്കൊരു വിശേഷണം വെച്ചു. വളരെയേറെ അതിൻ്റെ എല്ലാ ബാധ്യതകളും പാലിച്ചുകൊണ്ടുള്ള തൗബ. എല്ലാ ബാധ്യതകളും പാലിച്ചുകൊണ്ടുള്ള തൗബയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ കാര്യം അള്ളാഹു നമ്മളോട് വളരെയേറെ പ്രത്യേകമായ ഒരു കാര്യമായി നമ്മളോട് പറയുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു തആലയോട് തൗബ ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. കാരണം നമ്മളൊക്കെ തെറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളുടെ ജീവിതത്തെ അല്ലാഹു കണക്കാക്കിയിട്ടുള്ളത്. കാരണം സാധാരണ മനുഷ്യരാ നമ്മൾ. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അവർ മഅസൂമുകളാ, അവരിൽ തെറ്റ് സംഭവിക്കില്ല, അവര് പാപസുരക്ഷിതരാ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളോ അവര് മഹ്ഫൂദുകളാണ്, അവരും തെറ്റിനെ തൊട്ട് കാക്കപ്പെട്ടവരാണ്. ഈ രണ്ട് വിഭാഗത്തിനും അള്ളാഹു പ്രത്യേകമായ ഒരു ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. എന്നാലോ അങ്ങനെ ആ പ്രവാചകന്മാരിലും പ്രധാനിയായ നമ്മുടെ നേതാവ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം നബി തങ്ങൾക്ക് ഉണ്ടായിട്ടുമില്ല. അള്ളാഹു ആ ഒരു രീതിയിലുള്ള മാനസിക അവസ്ഥയല്ല മുത്തുനബി തങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ആ ഒരു രീതിയിൽ നിന്ന് മുത്തുനബിയെ തങ്ങൾ അള്ളാഹു നേരത്തെ മാറ്റിയെടുത്തിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂലിന്റെ കുട്ടിക്കാലത്ത് തന്നെ ആ ഒരു സാഹചര്യം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മുത്തുനബിയുടെ മനസ്സിനെ അള്ളാഹു ശുദ്ധീകരിച്ചിട്ടുണ്ട്. അവിടത്തേക്ക് തെറ്റുവരില്ല. പക്ഷേ ആ മുത്തുനബി പോലും മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ആ മുത്തുനബി തങ്ങൾ പോലും ദിവസത്തിൽ 70 പ്രാവശ്യം അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നുണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്. വല്ലാഹി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, മുത്തുനബി ഒരു ദിവസം 70ഓളം പ്രാവശ്യം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുമായിരുന്നു. നബിതങ്ങൾ ഒരു ദിവസം ഇസ്തിഗ്ഫാർ 70ഓളം ഇസ്തിഗ്ഫാർ നബിതങ്ങൾ വർദ്ധിപ്പിക്കും. ആ മുത്തുനബി തങ്ങൾ ഒരു ദിവസം അവിടുന്ന് 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലണമെങ്കിൽ 70 തെറ്റ് ചെയ്യണ്ടേ എന്നുള്ള ഒരു ചോദ്യം അപ്രസക്തമാണ്. കാരണം അവിടുന്ന് തെറ്റ് ഉണ്ടാവില്ല. രണ്ടാമത്തെ ഒരു പോയിന്റ്, ആ മുത്തുനബി തങ്ങൾ എന്തിനാണ് അങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് മാതൃകയാക്കുന്നതിന് വേണ്ടിയാണ്. നബി തങ്ങൾ നമുക്ക് മാതൃകയാണ്. ഉസ്വത്തുൻ ഹസന എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഉദാത്തമായ ഒരു മാതൃക മുത്തുനബിയിൽ നിങ്ങൾക്കുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞ പോലെ അവിടുന്ന് മാതൃക കാണിക്കാനാണ്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത മുത്തുനബി തങ്ങൾ പോലും 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ തെറ്റുകൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലായ നമ്മൾ എത്രയോ പ്രാവശ്യം റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടതല്ലേ എന്നുള്ള ആ ഒരു ചിന്ത നമ്മളിലേക്ക് വരികയും അവിടുത്തെ മാതൃകയാക്കി നമ്മൾ ധാരാളം ഇസ്തിഗ്ഫാർ കൊണ്ട് സജീവമാക്കാനുള്ള ഒരു പ്രചോദനത്തിന് വേണ്ടിയാണ് മുത്തുനബി തങ്ങൾ ഇത് പറഞ്ഞത്. അള്ളാന്റെ റസൂല് വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, തുബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, അള്ളാന്റെ റസൂല് 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്. 100 പ്രാവശ്യം അവിടെ നിന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട് എന്ന് മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം.
അപ്പൊ നബി തങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലി. അള്ളാഹു നമ്മളോട് ഇസ്തിഗ്ഫാർ ചൊല്ലാനും തൗബ ചെയ്യാനും കൽപ്പിക്കുകയും ചെയ്തു. ഇനി എന്താണ് തൗബ? തൗബ ചെയ്യാൻ അള്ളാഹ് നമ്മളോട് പറഞ്ഞു. തൗബ ചെയ്താൽ നിങ്ങൾക്ക് വിജയമുണ്ട് എന്നും അള്ളാഹ് പറഞ്ഞു. നിങ്ങൾ തൗബ ചെയ്യണേ എന്നും അള്ളാഹു നമ്മളെ പ്രോത്സാഹിപ്പിച്ചു. എന്താണ് തൗബ? തൗബ എന്ന് പറഞ്ഞ വാക്കിന്റെ ആ വാക്കർത്ഥം അത്തൗബതു അന്നദമു. തൗബ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറ്റ വാക്കിൽ അതിന്റെ അർത്ഥം ഖേദം എന്നാണ്. ഖേദം. വിശദമായി പറയുമ്പോൾ ചില നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ഖേദപ്രകടനം. അത് ചിലപ്പോൾ ശബ്ദങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിന് വലിയ ഒരു പ്രകടന സ്വഭാവം ഉണ്ടാകണമെന്നുമില്ല. എന്നാൽ ഒന്നും കൂടെ പറഞ്ഞാൽ നമ്മുടെ നാവ് പോലും അനങ്ങേണ്ടതുമില്ല ചില തൗബയുടെ സന്ദർഭങ്ങളിൽ. അത്ര അതിരഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മം. വളരെ സിമ്പിളാണ്, എന്നാൽ ചിലപ്പോഴൊക്കെ സങ്കീർണവും ആകാം. അങ്ങനെയുള്ള ഒരു കാര്യമാണ് തൗബ. മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത് അത്തൗബതു വാജിബത്തും മിൻ കുല്ലി ദംബിൻ. എല്ലാ പാപത്തിൽ നിന്നും തൗബ നിർബന്ധമാണ്. ഫഇൻ കാനത്തിൽ മഅസിയതു ബൈനൽ അബ്ദി വബൈനല്ലാഹി തആല. നബിമാ പറയാ, തെറ്റ് അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ ബന്ധമുണ്ടെങ്കിൽ ലാ തതഅല്ലഖു ബിഹഖി ആദമിയിൻ, മനുഷ്യനുമായി അതിനോട് യാതൊരു ബന്ധവും ഇല്ല. മനുഷ്യനുമായി യാതൊരു ബന്ധവും അതിനില്ല. ഫലാ സലാസതു ശുറൂത്ത്. അതിന് 3 ഷർത്തുകളുണ്ട്. തൗബക്ക്. മനുഷ്യനുമായി ബന്ധമില്ലാത്ത തെറ്റുകൾക്ക് 3 ഷർത്തുകളാ ഉള്ളത്. ഒന്നാമത്തത് അനിൽ മഅസിയ, തെറ്റിൽ നിന്ന് മുറിഞ്ഞു ഒഴിവാകുക. അഥവാ തെറ്റുമായി ഒരു ബന്ധവും നമുക്ക് ഇല്ലാതെ ഇരിക്കുക. പലിശ ഇടപാടുകൾ പോലത്തെ ബന്ധങ്ങള്, ഹറാമായ കച്ചവടം പോലത്തെ കാര്യങ്ങള്, അതിൻ്റെ ആ ഒരു ബന്ധം ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു വരുമാനം ഇങ്ങനെ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ അത് മുഴുവനും നിർത്തൽ ചെയ്യുക. രണ്ടാമത്തത് തെറ്റ് പ്രവർത്തിച്ചു പോയതിൻ്റെ മേൽ ഖേദിക്കുക. പടച്ചോനെ, ഞാൻ അങ്ങനെ ചെയ്തല്ലോ, ഞാൻ അങ്ങനെ പ്രവർത്തിച്ചല്ലോ, പടച്ചോനെ മദ്യപിച്ചല്ലോ, അല്ലെങ്കിൽ ഞാൻ കളവ് പറഞ്ഞല്ലോ എന്നുള്ള ഒരു ഖേദം ഉണ്ടാവുക. മൂന്നാമത്തത് ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്ന് ഉറപ്പിക്കുക. അസ്മ എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു അർത്ഥം ഉണ്ട്. ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയം ചെയ്യുക. ഞാൻ മടങ്ങൂല എന്ന് പറയലല്ല, ദൃഢനിശ്ചയം ചെയ്യുക. ഇനി തെറ്റ് നൈമാം വിശദീകരിക്കുകയാണ്. തെറ്റ് മനുഷ്യനുമായി ബന്ധമുണ്ടെങ്കിൽ, മനുഷ്യനുമായി ബന്ധമുള്ള തെറ്റാണെങ്കിൽ അതിന് 4 ഷർത്തുണ്ട്. നേരത്തെ നമ്മൾ ഈ പറഞ്ഞ 3 ഷർത്തിന് പുറമെ ഒരു ഷർത്തും കൂടെ ഉണ്ട്.
4 ഷർത്തുണ്ട്. 4-മത്തെ ഷർത്ത് എന്താ? അവൻ തന്റെ കൂട്ടുകാരന്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാകുക. മനുഷ്യനുമായി ബന്ധമുള്ള തെറ്റാണെങ്കിൽ, ഒരാളുടെ സമ്പത്ത് എടുത്തതാണെങ്കിൽ, ഒരാളുടെ സമ്പത്ത് അക്രമമായി കൈപ്പറ്റിയതാണെങ്കിൽ, ഒരാളെ അനാവശ്യം പറഞ്ഞതാണെങ്കിൽ, ഒരാളെ പരദൂഷണം പറഞ്ഞതാണെങ്കിൽ, ഒരാൾക്ക് മേൽ ആരോപണം ഉന്നയിച്ചതാണെങ്കിൽ, ഒരാളെ കുറ്റപ്പെടുത്തിയതാണെങ്കിൽ ആ മനുഷ്യനോട് പൊരുത്തം ചോദിക്കുക, അത് ചെയ്യുക. വൈങ്കാനത്ത് നെയ്മാ അതുകൊണ്ട് വിശദീകരിക്കുക. 4-മത്തെ ഷർത്തും വിശദീകരിക്കുക. വൈങ്കാനത്ത് മാല മുതലാണെങ്കിലോ ഔനഹുവ അതുപോലത്തതാണെങ്കിൽ റദ്ദഹുയിലൈ അവനിലേക്ക് മടക്കി കൊടുക്കണം. പണം, സമ്പത്ത് അതാണെങ്കിൽ അവനിലേക്ക് മടക്കി കൊടുക്കണം. വൈങ്കാന ഹദ്ദഖദ്ഫിൻ ഒരാൾക്ക് മേൽ വ്യഭിചാരാരോപണം ഉന്നയിച്ചതാണെങ്കിൽ മക്കനഹു മിന്നു അവന് തിരിച്ചു പറയാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക. അല്ലെങ്കിൽ ഔ ത്വലബ അഫ്വഉ അവനോട് മാപ്പിനെ തേടുക. മൂന്നാമത്തത്, ഈ 4-മത്തതിനെ വിശദീകരിക്കുന്നതിൽ നിന്ന് 3-മത്തെ പോയിന്റ്, പരദൂഷണം പറഞ്ഞതാണെങ്കിൽ ഇസ്തഹല്ലഹു മിന്ന അവനോട് പൊരുത്തം ചോദിക്കുക. ഇതാണ് തൗബയുടെ നിബന്ധനകൾ. ഇത് പാലിച്ചുകൊണ്ടുള്ള ഒരു മഹത്തായ ഒരു കർമ്മമാണ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് തൗബ, പശ്ചാത്താപം. മുഴുവനും ദോഷങ്ങളിൽ നിന്നും തൗബ ചെയ്യൽ നിർബന്ധമാണ് നബിമാ പഠിപ്പിക്കുന്നുണ്ട്. ചില ദോഷങ്ങളെ തൊട്ടാണ് തൗബ ചെയ്തതെങ്കിൽ ആ ദോഷമേ പൊറുക്കുള്ളൂ, ബാക്കിയുള്ള ദോഷം അവിടെ ഉണ്ടാകും. ഇതാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോയിന്റ്. ഇങ്ങനെ ഒരു മനുഷ്യൻ തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിന് എന്ത് സന്തോഷമുണ്ടാകുന്നറിയോ? ഇങ്ങനെ ഒരു മനുഷ്യൻ അങ്ങ് തൗബ ചെയ്യുമ്പോ അത് റമളാൻ വരണമെന്നില്ല. എന്നാൽ റമളാൻ ആണെങ്കിൽ ഉത്തമമാണ്. റമളാൻ എന്നുള്ളത് നിബന്ധനയല്ല. തെറ്റിനെ തൊട്ട് എത്രയും പെട്ടെന്ന് തൗബ ചെയ്യണം. അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, അള്ളാഹു പറഞ്ഞതായിട്ട്. അള്ളാന്റെ റസൂല് പറയാണ്, ലല്ലാഹു അഫറു ബിതൗബതി അബ്ദിഹി മിൻ അഹദികും സകത അലാ ബഈരിഹി വഖദ് അളല്ലഹു ഫി അർളി ഫലാത്ത്. വിശാലമായ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അതാ ഒരു മനുഷ്യനിക്ക് അയാൾ തൻ്റെ മൃഗത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ അയാളിൽ നിന്ന് വഴിമാറി അദ്ദേഹത്തിന്റെ മൃഗം പോകുമ്പോൾ, അതാ പിന്നീട് അദ്ദേഹത്തിന്റെ മൃഗം അദ്ദേഹത്തിന് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എത്രയാണ്! അതിനേക്കാളും വലിയ സന്തോഷം നമ്മൾ തൗബ ചെയ്യുമ്പോൾ റബ്ബിന് നമ്മളോടുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊന്നുകൂടെ വിശദീകരിക്കുകയാണ് അടുത്ത ഹദീസ്. ഒന്നും കൂടെ വിശദീകരിക്കുക. അള്ളാന്റെ റസൂല് പറയാണ്, ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസ്. ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ അള്ളാന്റെ റസൂല് പറയാ, ഒരു മനുഷ്യൻ ഇങ്ങനെ വിശാലമായ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. ആ വാഹനത്തിന്റെ പുറത്താണ് അദ്ദേഹത്തിന്റെ ഭക്ഷണമുള്ളത്, വെള്ളമുള്ളത്, അദ്ദേഹത്തിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ വാഹനത്തിന്റെ പുറത്താണുള്ളത്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഫഅതാ ശജറത്തൻ ഒരു മരം കാണുന്നു. ഫൽതജഅ ഫീ ദില്ലിഹാ ആ മരത്തിന്റെ തണലിൽ ആ മനുഷ്യൻ വിശ്രമിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ അതാ ആ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങി ആ മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുക. അതാ കുറച്ച് കഴിഞ്ഞപ്പോ ആ മൃഗത്തെ കാണുന്നില്ല. അദ്ദേഹം ഒന്നിങ്ങനെ ഉറങ്ങി, ഒന്നിങ്ങനെ
വിശ്രമിച്ചൊന്ന് മയങ്ങി. ആ ഒരു മയക്കത്തിലേക്ക് നീങ്ങിയ മനുഷ്യനതാ നെട്ടിയുണരുമ്പോൾ അതാ മൃഗം കാണുന്നില്ല. തൻ്റെ ഭക്ഷണവും തൻ്റെ വെള്ളവും അതാ ചുമന്നതായ തൻ്റെ യാത്രക്ക് മറ്റുള്ള സൗകര്യമായ തനിക്ക് ജീവിക്കാൻ പറ്റുന്ന എല്ലാ വസ്തുക്കളുമുള്ള ആ മൃഗം അതാ കാണുന്നില്ല. ആ മൃഗത്തെ കാണുന്നില്ല. അപ്പോൾ ആ മനുഷ്യന് വല്ലാത്ത ഒരു പ്രയാസം തോന്നി. ആ മനുഷ്യന് വല്ലാത്ത ഒരു പ്രയാസം തോന്നുകയാണ്. കാരണം മരണമല്ലാത്ത മറ്റൊന്നും മുമ്പിലില്ലാത്തൊരവസ്ഥ, ആരുടെ സഹായവും കിട്ടാനില്ലാത്ത അവസ്ഥ. മരുഭൂമിയാണ്, യാത്രക്കാര് കുറവാണ്, ആധുനിക സംവിധാനങ്ങൾ ഒട്ടും ഇല്ലാത്ത ഒരു കാലവുമാണ്. ആ ഒരു കാലത്തെ നോക്കൂ, ആ ഒരു കാലത്തെ സങ്കല്പിച്ചു നോക്കൂ. ആ ഒരു സാഹചര്യത്തിൽ ആ മനുഷ്യനതാ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഒന്നും കൂടെ ആ മരത്തിന്റെ ചൂട്ടിൽ കിടക്കുകയാണ്. അദ്ദേഹം തീരുമാനിച്ചു, എനിക്ക് ജീവിതമില്ല, എൻ്റെ ജീവിക്കാനുള്ള എല്ലാ വഴികളും അതാ അടഞ്ഞിരിക്കുന്നു. എൻ്റെ മുമ്പിൽ മരണം മാത്രമാണ് വഴി. കാരണം ഭക്ഷിക്കാനൊന്നുമില്ല, കുടിക്കാനൊന്നുമില്ല, ഒരു മാർഗവുമില്ല. അതുകൊണ്ട് വിശന്ന് പട്ടിണി കിടന്ന് ദാഹിച്ച് മരിക്കും ഞാൻ എന്ന് വിചാരിച്ചിട്ട് ആ മനുഷ്യനതാ മരത്തണിലേക്ക് വീണ്ടും ചെല്ലുമ്പോൾ അങ്ങനെ അദ്ദേഹം അതാ അല്പമൊന്ന് മയങ്ങി, നേരത്തെ പോലെ തന്നെ ഒന്ന് മയങ്ങി. അദ്ദേഹം അതാ ഉണർന്നു നോക്കുമ്പോ അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട് തന്റെ വാഹനം തന്റെ മുമ്പിൽ അതാ നിൽക്കുന്നു. ആ സമയം അള്ളാന്റെ റസൂല് പറയാണ്, ഖാല മിൻ ശിദ്ദത്തിൽ ഫറഹി, സന്തോഷത്തിന്റെ കാഠിന്യത്താൽ ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദീ, അല്ലാഹുവേ നീ എൻ്റെ അടിമയാൻ, വാന റബ്ബുക, ഞാൻ നിന്റെ രക്ഷിതാവാ റബ്ബേ, അഖ്താ മിൻ ശിദ്ദത്തിൽ ഫറഹി, സന്തോഷത്തിന്റെ അതി കഠിനമായ സന്തോഷം കൊണ്ട് അദ്ദേഹം വാക്ക് പോലും, അദ്ദേഹത്തിന്റെ ആ ഒരു പറയല് പോലും പിഴച്ചുപോയി. അദ്ദേഹം പറഞ്ഞെന്താ, പഠിച്ചോനെ നീ എൻ്റെ അടിമയാണ്, ഞാൻ നിന്റെ രക്ഷിതാവാ. അങ്ങനെയല്ല പറയേണ്ടത്. അല്ലാഹുമ്മ അൻത റബ്ബി വഅന അഅ്ബുദുക എന്ന് പറയുന്നതിന് പകരം സന്തോഷത്തിന്റെ കാഠിന്യത്താൽ ആ വാക്ക് പോലും അദ്ദേഹം പിഴച്ച് പറഞ്ഞു പോയി. എന്താണ് കാരണം? സന്തോഷം. ഈ മനുഷ്യനുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അഥവാ തന്റെ ഭക്ഷണവും വെള്ളവുമുള്ള മൃഗം നഷ്ടപ്പെട്ടിട്ടതാ പിന്നെ കിട്ടുകയാണ്. അപ്പോ ആ മനുഷ്യനുണ്ടാകുന്ന സന്തോഷം എത്രമാത്രമായിരിക്കും? അതിലേറെ വലിയ സന്തോഷമായിരിക്കും നിങ്ങൾ തൗബ ചെയ്യുമ്പോ നിങ്ങളുടെ റബ്ബിന് നിങ്ങളോടുണ്ടാവുക എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂല് പറയാണ്, ഈ മനുഷ്യനുണ്ടായ സന്തോഷം എത്രമാത്രമാണ്, അതിനേക്കാളും വലിയ സന്തോഷം നിങ്ങൾ തൗബ ചെയ്യുമ്പോ നിങ്ങളോടുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹ്ക്ക് വലിയ സന്തോഷമാണ് നമ്മൾ തൗബ ചെയ്യുമ്പോൾ. അള്ളാഹു നമ്മളോട് വലിയൊരു താല്പര്യം കാണിക്കും. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാണ്, മനുഷ്യൻ തൗബ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഇന്നല്ലാഹ തആല യബ്സുതു യദഹു ബില്ലൈൽ, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ കൈ രാത്രി പരത്തും, ലിയതൂബ മുസിയുൻ നഹാർ, പകലിൽ തെറ്റ് ചെയ്ത ആളുകൾക്ക് പശ്ചാത്തപിക്കാൻ, പകലിൽ തെറ്റ് ചെയ്ത ആളുകൾക്ക് ഖേദിച്ച് മടങ്ങാനുള്ള അവസരമായി രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹിന്റെ കൈ പരത്തും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരുങ്ങി നിൽക്കുന്നതിനാൽ രാത്രിയിൽ ആ മനുഷ്യൻ ചെയ്യുന്ന തൗബ റബ്ബ് സ്വീകരിക്കും. പകലിൽ തെറ്റ് ചെയ്ത മനുഷ്യൻ രാത്രിയിൽ അള്ളാഹിനോട് പശ്ചാത്തപിക്കുമ്പോൾ
അള്ളാഹു ആ ഒരു പശ്ചാത്താപം കേൾക്കും. അള്ളാഹു അവനിക്ക് ഉത്തരം ചെയ്യും. അവൻ്റെ പാപങ്ങൾ അള്ള പൊറുക്കും. എന്ന പോലെ വയബ് സുത്തുയദൗ ബിന്നാർ, രാത്രിയിൽ മാത്രമാണോ അള്ളാഹു സ്വീകരിക്കുക? അല്ലേ അല്ല, പകലിലും അള്ളാഹുവിൻ്റെ കൈ പരത്തും. ലിയതൂബ മുസിയുൽ ലൈൽ, രാത്രിയിൽ തെറ്റ് ചെയ്താൽ അവരുടെ പാപം പൊറുക്കാൻ വേണ്ടി പകലിലും അള്ളാഹു തആല അതാവൻ്റെ കൈ നീട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. ആ മനുഷ്യന്റെ പശ്ചാത്താപം സ്വീകരിക്കാനുള്ള ഒരു അവസ്ഥയിൽ അള്ളാഹു ആകും. അള്ള റെഡിയാണ് എന്നർത്ഥം. രാവാകട്ടെ പകലാവട്ടെ എപ്പോഴും അള്ളാഹ് തൗബ സ്വീകരിക്കും. ഏതുവരെ ഉണ്ടാകും ഇത്? ഹത്താ തത്ലു അശ്ശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നത് വരെയും ഈ ഒരു കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. രാത്രിയിലും പകലും റബ്ബ് നമ്മുടെ തൗബ സ്വീകരിക്കാൻ സജീവ സന്നദ്ധനാകും. സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചാലോ അന്ത്യനാളായി റബ്ബ് സ്വീകരിക്കില്ല, അള്ളാഹ് സ്വീകരിക്കില്ല. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അള്ളാഹിന്റെ റസൂല് പറയാണ്, മൻ താബ ഖബല അൻ തത്ലുവ അശ്ശംസു മിൻ മഗ്രിബിഹാ, പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ആര് റബ്ബിനോട് തൗബ ചെയ്താൽ അതാബല്ലാഹു അലൈഹി, അവന്റെ മേൽ അല്ലാഹു തൗബ സ്വീകരിക്കും. അവന്റെ മേൽ അല്ലാഹു തൗബ സ്വീകരിക്കും. ആര് തൗബ ചെയ്തോ ആ തൗബ റബ്ബ് സ്വീകരിക്കും. അല്ലാഹു നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. പാപങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞ മനസ്സുകളാണ് റബ്ബേ ഞങ്ങളുടേത്. നീ ശുദ്ധീകരിക്കണേ തമ്പുരാനെ. മാത്രമല്ല, മനുഷ്യന്റെ ആയുസ് മുഴുവനും തെറ്റിലായി ചെലവഴിച്ചിട്ട് മരിക്കാൻ നേരത്ത് മരണത്തിന്റെ ആ പിടിയിൽ ആ വേദന കൊണ്ട് പൊളയുന്ന സമയം അള്ളാഹിനോട് തൗബ ചെയ്താലും അള്ളാഹ് സ്വീകരിക്കില്ല. അള്ളാഹിന്റെ റസൂല് പറയാണ്, ഇന്നല്ലാഹ തആല യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ, അഥവാ മനുഷ്യന്റെ ആ സക്കറാത്തിന്റെ അവസ്ഥയില് അവന്റെ തൊണ്ട ഇടറുന്ന സമയം, മരണവേദന കൊണ്ട് അവന്റെ തൊണ്ട ഇടറുമ്പോ ആ സമയത്ത് പശ്ചാത്തപിച്ചാലും റബ്ബ് സ്വീകരിക്കില്ല. ഇപ്പോഴും അള്ളാഹ് സ്വീകരിക്കില്ല. അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഏത് സമയത്തും അള്ളാഹ് സ്വീകരിക്കും. സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചാൽ അള്ളാഹ് സ്വീകരിക്കില്ല. റൂഹ് തൊണ്ടക്കുഴിയിലെത്തി മരിക്കാൻ സമയമായി, അപ്പോൾ അള്ളാഹ് സ്വീകരിക്കില്ല. നിഷേധികളായ ആളുകൾ പറയുന്ന ഒരു കാര്യം ഖുർആൻ പറയുന്നുണ്ട്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദക വഅകും മിനസ് സ്വാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അള്ളാഹു ഒരു മനുഷ്യന്റെ അവധി എന്നാണോ കണക്കാക്കിയതെങ്കിൽ ആ അവധി വന്നാൽ ഒരു നിമിഷം പോലും അള്ളാഹ് പിന്തിക്കൂല. ഒരു നിമിഷം പോലും അള്ളാഹ് പിന്തിക്കൂല. ഒരു നിമിഷം ആ മനുഷ്യൻ പറഞ്ഞു പോകും, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചവനെ ഒരു കുറച്ച് സമയം, നിമിഷം, ഒരു സെക്കൻഡ് പോലും ഇല്ലാത്ത സമയത്തിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. നിമിഷം എന്ന് പറയുന്നത് ആ ഒരു നിമിഷമെങ്ങാനും നീ എനിക്ക് ആയുസ് തന്നാൽ ഞാൻ നിസ്കരിക്കും റബ്ബേ, ഞാൻ സകാത്ത് കൊടുക്കും റബ്ബേ, ഞാൻ ധർമ്മം കൊടുക്കും റബ്ബേ. അല്ലാഹ് പറയാ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരിക്കലും അല്ലാഹ് പിന്തിക്കൂല. അല്ലാഹ് നിങ്ങൾ ഓരോ പ്രവർത്തനം അല്ലാഹ് സൂക്ഷ്മമായി അറിഞ്ഞിട്ടുണ്ട്. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ എങ്ങനെ ജീവിച്ചു? നിങ്ങളെ ജീവിതകാലത്ത് നിങ്ങൾക്ക് എന്തേനു നിങ്ങൾ തൗബ ചെയ്യാത്തതിന്റെ കാരണം എന്താ എന്നൊക്കെ അള്ളാഹ്ക്ക് അറിയാ. മാത്രമല്ല, തൗബ
അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയുടെ വാതിൽ ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. തൗബയുടെ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. അള്ളാന്റെ റസൂല് പറയാണ്, ഇന്ന മിൻ ഖിബലിൽ മഗ്രിബി ലബാബൻ മസീറതു അർളി 40 അമാ ഔ 70 സനാ. കിഴക്കിന്റെ ഭാഗത്തുണ്ട് ഒരു വാതില്, പടിഞ്ഞാറിന്റെ ഭാഗത്തൊരു വാതിലുണ്ട്. അതിലേക്കുള്ള സഞ്ചാരം, അതിലേക്കുള്ള അതിന്റെ വീതി വിശാലത 40 കൊല്ലം സഞ്ചരിക്കണം. അത് ആ ഒരു വാതിലിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ ആ ഒരു വാതിലോ ഫതഹുല്ലാഹു അസ്സ വജല്ല ലിത്തൗബതി യൗമ ഖലഖസ് സമാവാതി വൽ അർള്. ആകാശത്തെയും റബ്ബെന്ന് സൃഷ്ടിച്ചോ അന്ന് തന്നെ തൗബക്കുള്ള ആ ഒരു വാതിൽ അല്ലാഹു തുറന്നു വച്ചിരിക്കുകയാണ്. സൂര്യൻ പടിഞ്ഞാറിന്ന് ഉദിക്കുന്നത് വരെ ആ പടിഞ്ഞാറിന്റെ ഭാഗത്തിലുള്ള തൗബയുടെ വാതിൽ അടക്കപ്പെടുകയില്ല. ആ വാതിൽ അടയൂല. ആ വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ്. എപ്പോഴാണ് ഇസ്തിഗ്ഫാർ ചെല്ലുന്നത്, എപ്പോഴാണ് തൗബ ചെയ്യുന്നത്, ആ തൗബ സ്വീകരിക്കാൻ റബ്ബ് ആ കവാടം തുറന്നു വച്ചിരിക്കുകയാണ്. തൗബയുടെ കവാടം അടക്കപ്പെട്ടിട്ടില്ല. അടക്കലെപ്പോഴാ? അത് സൂര്യൻ പടിഞ്ഞാറിന് ഉദിക്കുമ്പോഴേ അടക്കുകയുള്ളൂ. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോഴും അടയും. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗബ ചെയ്യാനുള്ള അവസരം നൽകണേ അല്ലാ. അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ തൗബ ചെയ്യാൻ. മാത്രമല്ല അള്ളാന്റെ റസൂല് വീണ്ടും പറയുന്ന ഹദീസ് നോക്കൂ നിങ്ങളാ. ലിൽ ജന്നതി സമാനിയതു അബ്വാബ്. സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. സബ്അത്തും മുഗ്ലഖാ. 7 അടക്കപ്പെട്ടിരിക്കുകയാണ്. സ്വർഗത്തിന് 8 വാതിലുണ്ട്, 7 അടച്ചിരിക്കുകയാണ്. വബാബും മഫ്തൂഹുൻ ലിതൗബതി ഹത്താ തത്ലുഅ ശംസ്. ആ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ് തൗബ ചെയ്യുന്നവർക്ക്. സ്വർഗത്തിന് 8 വാതിലുണ്ട്, അതിൽ 7 വാതിലും അടക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു വാതിൽ തൗബ ചെയ്യുന്നവർക്ക് വേണ്ടി അള്ളാഹു തുറന്നു വച്ചിരിക്കുന്നു. അള്ളാഹു സന്നദ്ധനാണ്. അള്ളാഹു നമ്മളെ തൗബ സ്വീകരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സത്യസന്ദേശം മഹാനായ ഹബീബുന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുകയും ചെയ്തു. ഇനി തൗബ ചെയ്യേണ്ട കർത്തവ്യം നമ്മളിലാണ്. ഇനി നമ്മൾ തൗബ ചെയ്യുമ്പോൾ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹ് സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അറിയുകയും ചെയ്യാം, നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു ഖുർആനിലും ഹദീസിലും. ഇനി നമുക്ക് തൗബ ചെയ്യാതിരുന്നാൽ നമ്മളല്ലേ അതിന്റെ ഉത്തരവാദി, റബ്ബല്ലല്ലോ. അള്ളാഹ്ക്ക് നല്ല ഇഷ്ടം നമ്മൾ അള്ളാഹിനോട് തൗബ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ പ്രകടിപ്പിക്കുന്നത് പോലും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് നന്നാവണം എന്നുള്ള ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിൽ വരുന്നത് തന്നെ നല്ലതാണ്. കാരണം പുണ്യനബി പറഞ്ഞ അത്തായിബു മിൻ ദംബിൻ കമല്ലാ ദംബലു. തൗബ ചെയ്ത മനുഷ്യന് തെറ്റില്ലല്ലോ, തെറ്റില്ലാത്ത ആളെ പോലെ ആവല്ലേ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുമ്പോഴാ അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടം. തെറ്റുകളെ മുഴുവനായും ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ നല്ല മനസ്സിന്റെ ഉടമകളാകുമ്പോഴാണ് റബ്ബിന് നമ്മളോടിഷ്ടം. അള്ളാഹ് പറഞ്ഞില്ലേ, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. തൗബ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. പാപങ്ങളെ ശുദ്ധീകരിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അഴുക്കുകളിൽ നിന്ന് ശുദ്ധിയാകുന്നവരെയും അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹിന് നല്ല ഇഷ്ടമാണ് അവരോടൊക്കെ. അള്ളാഹിനോട് ഖേദിച്ച് മടങ്ങുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ എത്ര ആളുകളല്ലേ അള്ളാഹ് ഇഷ്ടപ്പെട്ടത്. എത്രയോ ആളുകൾ അള്ളാഹ് ഉന്നതിയിലേക്ക് എത്തിച്ചില്ലേ.
നേരത്തെ തെറ്റ് ചെയ്ത് ജീവിച്ചു പോയ ഒരുപാട് ആളുകളെയല്ലേ അള്ളാഹുവിനോട് അവർ പശ്ചാത്തപിച്ച് മടങ്ങിയപ്പോ അള്ളാഹു അവരെ ഉന്നതന്മാരാക്കി, ഉന്നത സോപാനത്തിൽ വിരാജിക്കുന്നവരായി അവർക്ക് മാറാൻ കഴിഞ്ഞല്ലോ. പിന്നീട് എത്രയോ സഹാബികളുടെ ചരിത്രം നമുക്കറിയില്ലേ. അവരൊക്കെ സ്വർഗത്തിന്റെ അവകാശികളായി എന്ന് മാത്രമല്ല, മുത്തുനബിയോട് വളരെയേറെ അടുപ്പമുള്ളവരായല്ലോ അവരൊക്കെ വലിയ ഭാഗ്യവാന്മാരല്ലേ. അന്ത്യനാൾ വരെയുള്ള ഓരോ വിശ്വാസിയും അവരുടെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നില്ലേ? അത് തന്നെയല്ലേ അവർക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ വിജയം. അതാകും ഏതാൾക്കുമാകാം, ആർക്കുമാകാം. പക്ഷേ തൗബ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹ് മാത്രം പറഞ്ഞത് കൊണ്ടായില്ല. അതുകൊണ്ട് വൻ ദോഷങ്ങൾ പൊറുക്കില്ല. വൻ ദോഷങ്ങൾ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അള്ളാഹിലേക്ക് കടന്നു ചെല്ലാൻ നമ്മൾക്ക് ഒരു തടസ്സം വരുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെയും റബ്ബിന്റെയും ഇടയിലുള്ള മറ നമ്മൾ ചെയ്ത പാപങ്ങളാ, നമ്മൾ ചെയ്ത തെറ്റുകളാ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അള്ളാഹുവിനോട് വലിയ അക്രമമാണ് മനുഷ്യൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാ റബ്ബിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് കഴിയാത്തതാ. പിശാചിന്റെ ഒരു ഉൾപ്രേരണ എപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമുക്ക് തെറ്റ് ചെയ്യാനുള്ള ഒരു മാനസികമായ ഒരവസ്ഥ കടന്നു വരുന്നത്. അതില്ലായ്മ ചെയ്യണോ? തൗബ ചെയ്യണം. അള്ളാന്റെ റസൂൽ ഒരു മനുഷ്യന്റെ കഥ പറയുന്നുണ്ട് സഹാബികളോട്. ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹുമാ രേഖപ്പെടുത്തുന്നുമുണ്ട്. മുൻകഴിഞ്ഞു പോയ ഒരു കാലത്ത് ജീവിച്ച ഒരു മനുഷ്യൻ, 99 ആളെ കൊന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിനൊരു മനംമാറ്റം വരികയാണ്. നന്നാവണം, നല്ല മനുഷ്യനായി ജീവിക്കണമെന്നുള്ള ഒരു താല്പര്യം ആ മനുഷ്യന് വരികയാണ്. ആ മനുഷ്യൻ അന്നത്തെ സാഹചര്യത്തിൽ അവിടുത്തെ ഒരു പുരോഹിതനോട് ചോദിച്ചു, ഞാൻ 99 ആളെ കൊന്നിട്ടുണ്ട്, എനിക്ക് നന്നാവാനുള്ള വല്ല സാധ്യതയും ഉണ്ടോ? അദ്ദേഹം ഒറ്റയടിക്ക് അങ്ങോട്ട് മറുപടി പറഞ്ഞു, ഇല്ല. കാരണം ഒരാളെ കൊന്നാൽ തന്നെ നരകാണ് അതിൻ്റെ ഫലം. ശാശ്വത നരകാണ്, എന്നെന്നും നരകത്തിലാണ്. എന്നാൽ 99 ആളെയാണ് ഈ മനുഷ്യൻ കൊന്നിട്ടുള്ളത്. ആ പുരോഹിതൻ പറഞ്ഞു, തൗബല്ല. അങ്ങനെ അദ്ദേഹത്തെയും വധിച്ചയാൾ, ഈ ചോദ്യകർത്താവ് അദ്ദേഹത്തെയും വധിച്ചു. 100 തികച്ചു. അയാളുടെ ആ ഒരു മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു മാറ്റത്തിന്റെ ഒരു കുളിർമ അവസാനിച്ചില്ല. അതിങ്ങനെ ഉയർന്ന് പൊന്തി വരാൻ തുടങ്ങി, അത് വളർന്ന് വികസിക്കാൻ തുടങ്ങി. അയാളതാ വേറൊരാളോട് ചോദിച്ചു, ഞാൻ 100 ആളെ കൊന്നിട്ടുണ്ട്, 99 ആളെയും, പിന്നെ ഞാൻ തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തെയും ഞാൻ കൊന്നിട്ടുണ്ട്. ഒരു പുരോഹിതനടക്കം 100 ആളെ ഞാൻ വധിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞു, ആ മനുഷ്യൻ അദ്ദേഹത്തോട് പറയുകയാണ്, ഒരു നാട്ടില് വലിയ ഒരു മഹാനുണ്ട്. ആ മഹാന്റെ അടുക്കൽ ചെല്ലുക. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. ആ നാട്ടിലെ ആ വലിയ പുരോഹിതന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, ഞാൻ 100 ആളെ കൊന്നിട്ടുണ്ട്, തോപുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞാൽ ഇല്ല എന്നാ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞാൽ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അയാള് പറഞ്ഞു, നിനക്ക് തൗബയുണ്ട് സഹോദരാ, പക്ഷേ ഇന്ന വിദൂര പ്രദേശത്തേക്ക് നീ സഞ്ചരിക്കണം, എന്നാൽ നിനക്ക് തൗബുണ്ട്. കാരണം ആ നാട്ടിൽ കുറെ ആളുകളുണ്ട്, അവർ അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണ്, അവരെ കൂടെ നിനക്കും ഇബാദത്ത് ചെയ്യാം. അപ്പൊ നിന്റെ സാഹചര്യമാണ് നിന്നെ തെറ്റുകാരനാക്കിയത്.
കാരണം ഇനി ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്തുള്ള ആളുകളുടെ പ്രത്യേകത, അവിടെയുള്ള ആളുകളൊക്കെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. അപ്പോ ഇവനും ഇബാദത്ത് ചെയ്യും ആ നാട്ടിൽ ചെല്ലുമ്പോൾ. നീ നിന്റെ നാട്ടിലേക്ക് പോകരുതേ, ആ നാട് കുഴത്തെറ്റിന്റെ നാടാണ്, അതുകൊണ്ട് നീ അങ്ങോട്ട് പോകണ്ട, ആ നാട്ടിലേക്ക് നീ പോകണ്ട എന്ന് പറഞ്ഞിട്ടതാ ആ മനുഷ്യനെ യാത്ര അയക്കുകയാണ്. അദ്ദേഹം പോയി. അതാ വഴിയിൽ വെച്ച് അദ്ദേഹത്തിന് മരണവേദന വരികയാണ്. മരണവേദന വന്നപ്പോ 2 വിഭാഗം ആ മലക്കുകളുടെ ഹാജരായി. കാരുണ്യത്തിന്റെ മലക്കിനും അദാബിന്റെ മലക്കും ശിക്ഷയുടെ മലക്കും. കാരുണ്യത്തിന്റെ മലക്ക് പറഞ്ഞു, ഈ മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ ഞങ്ങളാണ് ബാധ്യസ്ഥർ. കാരണം ഈ മനുഷ്യൻ അള്ളാഹിലേക്ക് തൗബ ചെയ്യണമെന്നുള്ള മനസ്സുമായി സഞ്ചരിച്ച ആളാണ്. അപ്പൊ ഇയാൾ നല്ല ആളാണ്. അയാളുടെ തൗബ, അയാളുടെ റൂഹ് ഞങ്ങളാണ് പിടിക്കുക. അദാബിന്റെ മലക്കള് പറഞ്ഞു, അല്ല, ഇന്നഹു ലം യഅമൽ ഖൈറൻ ഖത്തു, ഒരു നന്മ അയാൾ ചെയ്തിട്ടില്ലല്ലോ, ഒരു നന്മ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അയാളുടെ റൂഹിനെ ശിക്ഷയുടെ മലക്കളാകുന്ന ഞങ്ങളാ പിടിക്കുക. അപ്പോൾ അതാ ഇറങ്ങി വന്നു. ഈ 2 മലക്കുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങൾ ഇങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോ മഹാനായ മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു. അവരോട് പറഞ്ഞു, കീസൂമാ ബൈനൽ അർളീൻ ഫഇലാ അയ്യതുഹുമാ കാന അദ്നാ. ഈ മനുഷ്യൻ എവിടെന്നാണോ വന്നത്, എവിടേക്കാണോ പോകുന്നത്, അതിൻ്റെ ഇടയിലുള്ള ആ ദൂരമൊന്ന് നിങ്ങൾ അളന്നു നോക്കുക. എവിടേക്കാണ് അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യസ്ഥാനമുള്ള അവിടേക്ക് അല്പം മുന്നിട്ട് നിൽക്കുന്നുവോ, എന്നാൽ അയാൾ നല്ല ആളാണ്, കാരുണ്യത്തിന്റെ മലക്ക് റൂഹിനെ പിടിക്കാം. അതല്ല, അദ്ദേഹത്തിന് വീണ്ടും പകുതി പിന്നിട്ടിട്ടില്ല, പകുതിയുടെയും ഇപ്പുറത്താണെങ്കിലോ അദാബിന്റെ മലക്കുകൾക്കും പിടിക്കാം എന്ന് ഈ മഹാനായ ഈ മലക്ക് അവർക്കൊരു ഫോർമുല നിർദ്ദേശിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ ഉദ്ദേശിക്കുന്ന ഭൂമിയിലേക്ക് അതാ അടുത്ത ഒരവസ്ഥയാണ് അളന്നു നോക്കുമ്പോൾ. അങ്ങനെ ഫകബലതു മലായികത്തുർ റഹ്മാൻ, കാരുണ്യത്തിന്റെ മലക്ക് അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിച്ചു. അയാൾ ഭാഗ്യവാനായി രക്ഷപ്പെട്ടു, സ്വർഗാവകാശിയായി, നരകം തൊടുന്നില്ല. അങ്ങനെ അവസ്ഥ മനുഷ്യനുണ്ടായി. 100 ആളെ കൊന്നിട്ട് എന്താണ് അദ്ദേഹം ചെയ്തത്? നന്നാവണം എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരികയും ആ ഒരു അന്വേഷണം നടത്തുകയും അതിൻ്റെ ആ ഒരു അന്വേഷണത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോ, പ്രത്യേകിച്ച് വേറെ നന്മകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഈ മനുഷ്യൻ ഇത് തന്നെ വലിയ നന്മയാണ്. മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഒരൽപ്പം മാത്രമേ അദ്ദേഹം പകുതി അങ്ങോട്ട് മുന്നിട്ടിട്ടുള്ളൂ. വേറെ അഭിപ്രായം പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു തആല ആ നാടിന് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ആ ഭൂമിക്ക് നൽകി, ഭൂമി അങ്ങോട്ട് നീങ്ങി, അങ്ങനെയും പറയുന്നുണ്ട് ചരിത്രം. മറ്റേ അയാളുടെ ലക്ഷ്യസ്ഥാനത്തുള്ള ആ ഭാഗത്തുള്ള ഭൂമി കുറച്ച് ഇങ്ങോട്ടും വന്നു എന്ന അഭിപ്രായമുണ്ട്. എന്തായാലും അല്പം അദ്ദേഹം മുന്നോട്ട് നിന്നപ്പോ അദ്ദേഹത്തിന്റെ തൗബ റബ്ബ് സ്വീകരിച്ചല്ലോ, അള്ളാഹു സ്വീകരിച്ചല്ലോ. അപ്പൊ അള്ളാഹു സ്വീകരിക്കുമെന്നുറപ്പാ. 100 ആളെ കൊന്ന ആൾക്കല്ലേ അള്ള പുറത്തു കൊടുത്തത്, അവരെയല്ലേ അള്ള സ്വർഗാവകാശിയാക്കിയത്, അവർക്കല്ലേ ഈമാനോടുകൂടെ കാരുണ്യത്തിന്റെ മലക്ക് റൂഹിനെ പിടിച്ചത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം തമ്പുരാനെ. ഇത്രയൊന്നും തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല റബ്ബേ, എന്നാലും ഞങ്ങൾ ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാ.
അത് കിട്ടും. തൗബ ചെയ്താൽ കിട്ടും. നമ്മളെ കണ്ണിൽ നിസ്സാരമായി കാണുന്നത് പടച്ചോന്റെ അടുക്കൽ വലിയതാണ്, വലിയ പ്രതിഫലാർഹമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ജുഹൈന ഗോത്രത്തിൽ ഒരു പെണ്ണ് വരികയാണ്. പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് വരികയാണ്. ആ പെണ്ണ് റസൂലുള്ളാഹിനോട് പറയാണ്, യാ റസൂലല്ലാഹ് സബതു ഹദ്ദ, ഞാൻ ഹദ്ദിനെ എത്തിച്ചിട്ടുണ്ട്, ഫഅഖിംഹു അലയ്യ, എൻ്റെ മേൽ നിങ്ങൾ നടപ്പാക്കൂ. അഥവാ ഞാൻ വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, ഞാൻ ഗർഭിണിയാണ്, എൻ്റെ മേൽ ഹദ്ദ് നടപ്പാക്കൂ. അങ്ങനെ ആ പെണ്ണിനെ, വിവാഹിതനായ ആളാണ്, വ്യഭിചരിച്ചതെങ്കിൽ എറിഞ്ഞു കൊല്ലണമെന്നും, അല്ല അവിവാഹിതനാണെങ്കിൽ 100 അടിയടിക്കുകയും 1 കൊല്ലം നാട് കടത്തുകയും ചെയ്യണമെന്നുമാണ് ഇസ്ലാമിന്റെ നിയമം. അത് ഈ പെണ്ണിന്റെ മേൽ നടപ്പാക്കാനാണ് ഈ പെണ്ണ് പറയുന്നത്. ഈ പെണ്ണ് ഗർഭിണിയാണല്ലോ. മുത്തുനബി ഈ പെണ്ണിന്റെ വലിയനെ വിളിച്ചു, ഈ പെണ്ണിന്റെ രക്ഷിതാവിനെ മുത്തുനബി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അഹ്സിൻ ഇലൈഹ, ഈ പെണ്ണിന് പ്രസവിക്കാനുള്ള സൗകര്യം കൊടുക്കുക, പ്രസവിക്കുന്നത് വരെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, ജീവിക്കാനുള്ള. ഫൈദാ വദഅത് ഫഅതിനി, അവൾ പ്രസവിച്ചാൽ അവൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, പ്രസവിച്ചിട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഫഫഅല, അങ്ങനെ ചെയ്തു. വഅമറ ബിഹാ നബിയുല്ലാഹ്, അള്ളാഹിന്റെ പ്രവാചകൻ ഇസ്ലാമിന്റെ നിയമം അവിടെ നടപ്പാക്കി. ഇസ്ലാമിന്റെ ഗവൺമെന്റ് എല്ലായിടത്താണ് ഈ നിയമം, എല്ലായിടത്തും പറ്റില്ല. നിയമം നടപ്പാക്കി. അതാ സുമ്മ പിന്നെ അവളെ കൊണ്ട് കൽപ്പിക്കപ്പെട്ടു. ഫറുജിമത്ത്, അവളെ എറിയപ്പെട്ടു. പിന്നെ അവളെ മരിച്ചു. അതാ അവളെ മേൽ ജനാസ നിസ്കരിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ അത്ഭുതത്തോടെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, തുസല്ലി അലൈഹ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വ്യഭിചാരം ചെയ്ത ഒരു പെണ്ണിന്റെ മേലിലാണോ അങ്ങ് ജനാസ നിസ്കരിക്കുന്നത് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലഖദ് താബത് തൗബതൻ, ആ പെണ്ണ് ചെയ്ത തൗബ എങ്ങാനും ലൗ ഖുസിമത് ബൈന 70 മിൻ അഹ്ലിൽ മദീന, മദീനക്കാരായ 70 ആളുകൾക്കിടയിൽ അത് ഓഹരി വെക്കുകയാണെങ്കിൽ, വഹൽ വജത്ത ഫളല മിൻ ജാദത് ബിനഫ്സി ആലില്ലാഹി അസ്സബജല്ല, ആ പെണ്ണ് ചെയ്ത തൗബയാണ് അപ്പൊ ഏറ്റവും മുമ്പിൽ നിൽക്കുക. ആ പെണ്ണ് ചെയ്ത തൗബ മദീനക്കാരായ 70 ആളുകൾക്ക് കൂടി ചെയ്യാൻ കഴിയൂല. 70 ആള് ചെയ്ത തൗബന്റെ അപ്പുറത്താണ് ഈ പെണ്ണിന്റെ തൗബ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന്റെ തൗബ റബ്ബ് സ്വീകരിച്ചു. ആ പെണ്ണിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശിയാക്കി എന്നാണ് പറഞ്ഞില്ല. മുത്തുനബി ജനാസ നിസ്കരിക്കണമെങ്കിൽ ആ ജനാസ നല്ല ആകുമല്ലോ. മുത്തുനബിന്റെ നിസ്കാരം കിട്ടിയാൽ ആ പെണ്ണ് രക്ഷപ്പെട്ടല്ലോ. ആ ഒരു ഭാഗ്യമല്ലേ ആ പെണ്ണിന് കിട്ടിയത്. ഒരു സന്ദർഭവശാൽ തെറ്റ് ചെയ്തു, ഖേദമുണ്ടായി, തൗബ ചെയ്തു, പശ്ചാത്തപിച്ചു, ശിക്ഷ നടപ്പായി, ആ പെണ്ണ് രക്ഷപ്പെട്ടു. അള്ളാഹിന്റെ റസൂല് പറയാണ്, അപ്പൊ തൗബ നമ്മൾ നീട്ടിക്കൊണ്ടുപോകരുതേ. മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് ദുന്യാവിന്റെ പ്രേരണക്കും പിശാചിന്റെ പ്രേരണക്കുമാണ്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞല്ലോ, മനുഷ്യന്റെ ദുന്യാവിലുള്ള ജീവിതം എന്ന് പറയുന്നത് മോഹങ്ങളും ആഗ്രഹങ്ങളുമാണ്. ആഗ്രഹങ്ങൾ കൂടി വരുമ്പോ തെറ്റ് ചെയ്യാനുള്ള മടി ഇങ്ങനെ ഉണ്ടാവില്ല, തെറ്റ് ഒരു പ്രശ്നാവൂല. ലൗ കാന ലിബ്നി ആദമ വാദിയാൻ, ആദമിന്റെ മക്കൾക്ക് ലൗ കാന ലിബ്നി ആദമ വാദിയം മിൻ ദഹബിൻ, മനുഷ്യന് സ്വർണത്താൽ ഒരു മല, ഒരു പർവ്വതം സ്വർണം ഒരു മനുഷ്യനുണ്ടായാൽ, അഹബ്ബു അൻ യകൂന ലഹു വാദിയാൻ,
അവന്റെ ആഗ്രഹം രണ്ടാമത്തെ ഒരു പർവ്വതം കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്താണ്, അതിനുള്ള ഒരു പ്രവർത്തനം ആ മനുഷ്യൻ ചെയ്യും, അപ്പൊ തെറ്റും ചെയ്യും. ഈ ഒരു അവസ്ഥയാണ് മനുഷ്യനുള്ളത്. സ്വർണത്താൽ ഒരു മല ഒരു മനുഷ്യനുണ്ട്, ഒരു പർവ്വതം നിറച്ച് സ്വർണം. ആ മനുഷ്യന്റെ ആഗ്രഹം എന്തായിരിക്കും, ഒരു പർവ്വതം കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നായിരിക്കും. ഇതേതുവരെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ മരിക്കുന്നത് വരെ ഉണ്ടാകും. വലം യംലഅ ഫാഉ ഇല്ല തുറാബ് വയതൂബുല്ലാഹു അലാ മൻ താബ്. മനുഷ്യന്റെ വായ മണ്ണല്ലാതെ നിറക്കില്ല. മനുഷ്യൻ മരിക്കുന്നത് വരെയും ഈ ഒരു ചിന്തയിലും ആഗ്രഹത്തിലുമായിരിക്കും. ഇങ്ങനെ മുതലിനെ കൂട്ടണം എന്നുള്ള ചിന്തയിലായിരിക്കും. വയതൂബുല്ലാഹു അലാ മൻ താബ്. ആരെങ്കിലും അള്ളാഹിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവർ രക്ഷപ്പെട്ടു, അവരുടെ തൗബ അള്ളാഹ് സ്വീകരിക്കും. മരിക്കണീന്റെ മുമ്പ്, മരിച്ചിട്ട് തൗബ ചെയ്തിട്ട് കാര്യമില്ല, മരണവേദന വന്നിട്ടും തൗബ ചെയ്തിട്ട് കാര്യമില്ല. അള്ളാഹിന്റെ റസൂല് പറഞ്ഞ മറ്റൊരു ഹദീസ് കാണാം, അള്ളാഹുവിന് വലിയ സന്തോഷമാണ് നമ്മൾ തൗബ ചെയ്ത്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിന് കോപമുണ്ടായാലും നമ്മൾ തൗബ ചെയ്യുമ്പോൾ റബ്ബിന് സന്തോഷം. അള്ളാഹിന്റെ റസൂല് പറയാ, രണ്ട് പുരുഷന്മാര് നോക്കിയിട്ട് അള്ളാഹ് ചിരിക്കും. അള്ളാഹ് ചിരിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വലിയ താല്പര്യം, തൃപ്തി ഉണ്ടാവും എന്നർത്ഥം. അള്ളാഹിന്റെ തൃപ്തിയാണല്ലോ നമുക്ക് വേണ്ടത്. അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. രണ്ടിൽ ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നു. രണ്ടിൽ ഒരാൾ മറ്റൊരാളെ കൊല്ലുകയാണ്. യദ്ഖുലാനി അൽ ജന്ന. രണ്ടാളും സ്വർഗത്തിൽ കടക്കാൻ. അതെങ്ങനെ? ഈ രണ്ടാൾ നോക്കിയിട്ടാണ് അള്ളാഹ് ചിരിക്കുന്നത്. അതായത് ഒരു സുഹൃത്ത് മറ്റേ സുഹൃത്തിനെ വധിക്കുന്നു, രണ്ടാളും സ്വർഗക്കാരാകും. അതെങ്ങനെ? കൊലയാളി നരകത്തിലല്ലേ? അതാ വരുന്ന റസൂലുള്ള വിശദീകരിക്കുക. അതെങ്ങനെയാണ് സംഭവം? യുഖാതിലു ഹാദാ ഫീ സബീലില്ലാഹ് ഫയഖ്തൽ. ഈ കൊല്ലപ്പെട്ട ആള് അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായി വധിക്കപ്പെടുന്നു, അപ്പൊ അയാൾ സ്വർഗക്കാരനാണ്. സുമ്മ യതൂബുല്ലാഹു അലൽ ഖാതിലി. കൊലയാളിയോ അള്ളാഹിനോട് പശ്ചാത്തപിക്കുന്നു, പഠിച്ചോനെ ഞാൻ തെറ്റ് ചെയ്തല്ലോ, ഞാൻ കുറ്റം ചെയ്തല്ലോ, റബ്ബേ എന്നോട് കരുണ കാണിക്കണേ എന്നുള്ള ഒരു പശ്ചാത്താപം മനുഷ്യന് വരുന്നുണ്ട്. ആ മനുഷ്യൻ അള്ളാഹ് തൗബ സ്വീകരിക്കുന്നു. അങ്ങനെ ഫയസ്ലിമു, ആ മനുഷ്യൻ അതാ മുസ്ലിമാകുന്നു. ഫയസ്തശ്ഹദു, അയാളും ഷഹീദാകുന്നു, അയാളും സ്വർഗക്കാരനാകുന്നു. രണ്ടാളും സ്വർഗക്കാരനാകും. അപ്പം നമ്മൾ തൗബ ചെയ്യുമ്പോൾ അള്ളാഹ്ക്കുള്ളൊരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. ഇന്നത്തെ രാത്രി 23-ാം രാവിലേക്കാണ് നമ്മൾ ഇതാ അടുത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളെ. അള്ളാഹുവെ സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ, പറഞ്ഞതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തരായി മുത്തഖീങ്ങളായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. കഷ്ടപ്പെടുത്തല്ലേ റബ്ബേ, പ്രയാസപ്പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ നോമ്പ് നിസ്കാരങ്ങളും സ്വീകരിക്കണം അല്ലാ. ലൈലത്തുൽ ഖദറിനെ കാണാനും അതിനെ പുണ്യം കരസ്ഥമാക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാ. അവരുടെ ഖബറുകളെ സ്വർഗ്ഗ പൂങ്കാവനമാക്കണം റഹ്മാനെ. അല്ലാഹുവേ കോവിഡ് മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. ഞങ്ങളെ ദുആ സ്വീകരിക്കണം തമ്പുരാനെ. ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا ولمن ماتوا منا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى اللهم صل على محمد يا رب صل عليه وسلم. ഉസീക്കും ബിദ്ദുആ. എല്ലാവരും ദുആ കൊണ്ട് വസിയത്ത്, എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.